സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നന്ദനെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്ന ദേവികയ്ക്ക് നന്നായിട്ടറിയാം ദേവികയെ വിളിച്ചാലോ അല്ലെങ്കിൽ ഗിരീഷ് വിളിച്ചാലോ നന്ദൻ കൂടെ വരാൻ സാധ്യതയില്ലെന്ന്. അതുകൊണ്ട് തന്നെ പോലീസ് സംരക്ഷണവും കൂടി ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കിയതിന് ശേഷം തിരികെ വിട്ടയക്കുന്നുണ്ട്. പോലീസും മറ്റുള്ളവരും ഒക്കെ ഉഴപ്പുന്ന ഈ കേസ് താൻ തന്നെ മുന്നിട്ടിറങ്ങിയെങ്കിൽ മാത്രമേ അതിനൊരു തുമ്പ് കണ്ടെത്താൻ പറ്റൂ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ദേവികയും സിദ്ധാർത്ഥൻ സാറും നന്ദനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഫയലിനെ പറ്റി ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ഫയലിനെ കുറിച്ച് തനിക്കറിയില്ല, തൻ്റെ ഓഫീസ് ഫയലിനെ കുറിച്ചാണ് അന്ന് അമ്മയോട് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് കള്ളത്തരം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ ഇത്തവണ പ്രഭാവതിയും ദേവിയയ്ക്കും സിദ്ധാർത്ഥനും സപ്പോർട്ട് നിന്ന് സംസാരിക്കുന്നുണ്ട്. കാരണം തൻ്റെ മകൻ വഴി വിട്ടു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു തെറ്റിൽ നിന്നും ഒരുപാട് തെറ്റിലേക്ക് പോകുന്ന തൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെങ്കിൽ ആ ഫയൽ തിരികെ കൊടുത്ത് ഒരു പ്രശ്നമെങ്കിലും ഒഴിവാക്കാം. ഇനി ഇങ്ങനെ വിട്ടുകളഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മകൻ പിടിച്ചാൽ കിട്ടാത്ത തെറ്റിൻ്റെ പാതയിലേക്ക് പോകും. ഒരുപാട് സ്വഭാവം മാറി. മാത്രമല്ല ഇസബലിനെ ഒറ്റയ്ക്കൊരു ഹോട്ടലിൽ താമസിക്കുന്നു എന്ന് കേട്ടപ്പോഴത്തേക്കും പ്രഭാവതിക്ക് അത് താങ്ങാൻ പറ്റുന്നില്ല. തൻ്റെ മരുമകളായിട്ട് കണ്ടിരിക്കുന്നത് ദേവികയെ തന്നെയാണ്. ദേവികയോട് ചതി ചെയ്യുന്നത് ഒരു പ്രവൃത്തിയും പ്രഭാവതിക്കും ഉൾക്കൊള്ളാനാകുന്നില്ല. ഒരു കണക്കിന് പ്രഭാവതി കാരണമാണ് കെ നായരുടെ പ്ലാന്റ് ഒപ്പിട്ട് കൊടുത്തെങ്കിലും ഇനിയും ദേവികയെ വീണ്ടും ചതിയിലേക്ക് തള്ളിവിടാൻ പറ്റുന്നില്ല. അപ്പം അമ്മയുടെ ഈ മാറ്റം കണ്ടിട്ട് നന്ദനാണെങ്കിൽ അതിശയം വരുന്നുണ്ട്. അപ്പം നന്ദനോട് പ്രഭാവതി അപേക്ഷിച്ച് പറയുന്നുണ്ട്, നീ അങ്ങ് എടുത്തുകൂട് നന്ദ, എൻ്റെ ഈ ഒരു ഫയലും ഇല്ലെന്നല്ലേ പറയുന്നത്. അന്നേരം സിദ്ധു പറയുന്നുണ്ട്, ഇവനെ ആരോ ചതിക്കിണിയിൽ പെടുത്തിയിരിക്കുക, അവരുടെ കളിപ്പാവയായിട്ടാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഇവനറിയില്ല ഇവൻ ചെയ്യുന്ന തെറ്റിൻ്റെ വ്യാപ്തി എന്താണെന്ന്. മര്യാദയ്ക്ക് ആ ഫയൽ എവിടെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ പറ, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറയുമ്പം ആരിനി എന്ത് പറഞ്ഞാലും എൻ്റെ കയ്യിലില്ലാത്ത ഫയൽ ഞാൻ എങ്ങനെ എടുത്തു തരാനാ, എല്ലാവരും കൂടി എന്നെ നാണം കെടുത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദനാണെങ്കിൽ ഒഴിഞ്ഞു മാറി റൂമിലേക്ക് പോകാൻ നോക്കുന്ന സമയത്ത് ദേവിക പറയുന്നു, അങ്ങനെയൊന്നും ഒഴിഞ്ഞു മാറാമെന്ന് വിചാരിക്കണ്ട. ഈ ഫയൽ തന്നില്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടും. അതിൽ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യവും ഇന്ന് ഹോട്ടലിൽ നിന്ന് പിടിച്ചതുൾപ്പെടെ ഞാൻ പറയും എന്ന് പറയുമ്പോഴത്തേക്കും നന്ദൻ ആകെ ഷോക്കാകുന്നുണ്ട്. അന്നേരം പ്രഭാവതിയും അതിനേക്കായും ഷോക്കാകുന്നു. ഇത് കേട്ട് നന്ദനാണെങ്കിൽ റൂമിലേക്ക് കയറി കടയ്ക്കുന്നു. അന്നേരം പ്രഭാവതി വന്ന് ദേവികയോട് പറയുന്നുണ്ട്, മോളെ ചെന്ന് ഡോറ് തട്ടി അവനെ വിളിച്ച് പുറത്തിറക്ക്, അവൻ എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ അറിയത്തില്ല, റൂമിൽ കയറി അടച്ചിരിക്കുക. ശരിയാ അമ്മ പറഞ്ഞത്. ഇപ്പം നന്ദു എന്താ ചെയ്യുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അയാളുടെ സ്വഭാവം ആകെ മാറി. എന്നെ സംബന്ധിച്ച് ഇപ്പം അയാൾ എൻ്റെ ആരുമല്ല, സാധാ ഒരു വ്യക്തി. അയാൾ എന്ത് ചെയ്താലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് ദേവിക തീർത്ത് പറയുന്നത് കേട്ടിട്ട് പ്രഭാവതി ഞെട്ടുന്നുണ്ട്. അപ്പം സിദ്ധു പറയുന്നുണ്ട്, അവൾക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമേ ഉള്ളൂ, കാരണം അവളോട് അങ്ങനെയാണ് നിൻ്റെ മകൻ പെരുമാറുന്നത്. അപ്പോഴത്തേക്കും പ്രഭാവതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പോയി ഡോറ് തട്ടി വിളിക്കുന്നു. പക്ഷെ നന്ദൻ ഡോറ് തുറക്കുന്നില്ല. നന്ദനാണെങ്കിൽ ഇസബലിനെ വിളിക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്നു, ദേവിക ഫയൽ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പത്രസമ്മേളനം വിളിച്ചു കൂട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അതിൽ നമ്മുടെയൊക്കെ പേര് വിളിച്ചു പറയുമെന്ന് പറയുന്നു. അത് കേൾക്കുന്ന ഇസബല്ലയും അതുപോലെ DYSPയും കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു കാരണവശാലും പത്രസമ്മേളനം ഒന്ന് വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അത് വല്ലാത്ത നാണക്കേടിലേക്ക് കാര്യങ്ങൾ നീങ്ങും. നമ്മുടെയൊക്കെ പേര് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ എൻ്റെ ജോലിയെ തന്നെ ബാധിക്കും. ഇതിലും ഭേദം ആ ഫയൽ എടുത്തു കൊടുക്കുന്നതാണ് നല്ലത് എന്ന് DYSP പോലും പറയുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല പാപ്പ, കാരണം ഈ ഫയൽ നഷ്ടമായതിൻ്റെ പേരിൽ ദേവിയയ്ക്ക് മന്ത്രിമാരുടെ മുമ്പിൽ പോലും യാതൊരു വിലയില്ല. ഈ ഫയൽ കൊണ്ടു കൊടുക്കുന്നതോടെ ജനങ്ങളുടെ മുമ്പിലും അവരുടെ മുമ്പിലും അവൾക്ക് വീണ്ടും അധികാരവും പവറും കൂടും. അത് അനുവദിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, പഴയ പാവം ദേവികയൊന്നുമല്ല, അവളെല്ലാം കണ്ടറിഞ്ഞാണ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ ചതി അവളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ആ ഫയൽ തിരികെ കൊടുക്കുന്നത് തന്നെ നമുക്ക് നല്ലത് എന്ന് പാപ്പനും പറഞ്ഞു പോകുന്നു. അപ്പം എന്തായാലും നന്ദു വീട്ടിലേക്ക് വാ, നമുക്ക് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാമെന്ന് ഇസബല്ല പറയുന്നു. എനിക്കിവിടുന്ന് അങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാനിപ്പം റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തിരിക്കുക. അച്ഛനും അമ്മയും അതുപോലെ ദേവികയും പിന്തുടർന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്നെ ഇങ്ങോട്ടും പറഞ്ഞു വിടില്ല എന്നാ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിനൊക്കെ വഴിയുണ്ടാക്കാം. നന്ദു എന്തായാലും ഇങ്ങോട്ടേക്ക് പോര് എന്ന് പറഞ്ഞു ഇസബല്ലയാണെങ്കിൽ നന്ദന് ധൈര്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാണാം. പ്രായപൂർത്തിയായ ഒരാൾക്ക് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ഈ സമൂഹത്തിൽ അധികാരമില്ലേ എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ പേരിൽ ഇനി നന്ദൻ എന്തായിരിക്കും വന്ന് ദേവികയോടും സിദ്ധാർത്ഥനോടും പ്രഭാവതിയോടും പറയാൻ പോകുന്നത്. ഇനിയും നന്ദൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നന്ദൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നുള്ള കാര്യം നന്ദൻ തുറന്നു പറഞ്ഞില്ലെങ്കിലും പ്രഭാവതി തുറന്നു